ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്. ഒരു 6 months ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് നമുക്ക് ചിക്കനൊക്കെ കൊടുക്കാം. അപ്പോൾ ഇന്നേക്ക് നമുക്ക് ആവശ്യം ഉള്ളി, വെളുത്തുള്ളി, ക്യാരറ്റ്, ഓട്സ്, പിന്നെ ചിക്കൻ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുക്കറിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് വെളുത്തുള്ളി ഒരു 2-3 അല്ലിയേ ഉള്ളൂ, അത് നല്ലപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്നാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാൻ ഒരു കുഞ്ഞു ഉള്ളിയുടെ പകുതി ഇട്ടേക്കുന്നത്, അതിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്യാരറ്റും കൂടെ ഒന്നിട്ട് കൊടുക്കാം. ഈ ക്യാരറ്റ് പകുതി ക്യാരറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടാക്കി വെക്കണം, അല്ലെ ഒരു ദിവസം ഇന്നുണ്ടാക്കുകയാണെങ്കിൽ നാളെയും കൂടെ കഴിക്കാം, അത്രയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ചിക്കന് ബോൺലെസ് ആണ് നല്ലത്, അപ്പോൾ എല്ലൊന്നും ഉള്ള ടെൻഷൻ കാണത്തില്ല നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് ഓട്സും കൂടെ ഇടാം. ഇതൊരു ചട്നിയുടെ ഒരു പാത്രത്തിന് ഇച്ചിരി കൂടെ ഓട്സ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഉപ്പ്, മഞ്ഞൾ, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ജീരകത്തിൻ്റെ പൊടി, അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചിപ്പ് പോകുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ നമ്മുടെ ചൂടുവെള്ളം ഞാനിപ്പോൾ തിളപ്പിച്ച് വെക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൺസിസ്റ്റൻസി എത്ര വേണം അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഒത്തിരി വാട്ടറി ആക്കിയില്ല, ഇച്ചിരി തിക്കാക്കിയ വേണ്ടി ഞാനതൊന്ന് വെള്ളം കുറച്ചാണ് ഒഴിച്ചേക്കുന്നത്. അത് ഒരു ഒരു 5-6 വിസിൽ വരെ നല്ലപോലെ അതൊന്ന് കുക്കാകണം. അപ്പോൾ ഒരു 5-6 വിസിലാകുമ്പോഴത്തേക്ക് നല്ലപോലെ ചിക്കനൊക്കെ വെന്തു നമ്മൾ പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ലേ, നല്ലപോലെ വെന്തോളും. ചെറുതായിട്ട് അരിഞ്ഞ് കാണും, പെട്ടെന്ന് വേവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ വേവ് നോക്കിയായിരുന്നേ, അപ്പോൾ വെന്തിട്ടുണ്ട് ശരിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് പൊട്ടാറ്റോ മാഷറോ അല്ലാതെ തവി വെച്ച് ചെയ്യാം. എനിക്ക് തവി വെച്ച് പറ്റുന്നില്ലായിരുന്നു, അപ്പോൾ ഞാൻ മാഷർ കൊണ്ട് അതങ്ങ് നല്ലപോലെ മാഷ് ചെയ്തു. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് ആറുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം. കിയാനിത് കൊടുത്തപ്പോഴത്തേക്ക് അവന് കൊടുത്തത്ര മൊത്തം അവൻ കഴിച്ചായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. ടാറ്റ, ബൈ ബൈ.